ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് 4ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കീവേഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമസ് എന്താണ് ശ്രദ്ധിച്ചോളണേ. ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. റിമെയിൻസ് എന്ന് വെച്ചാൽ അവക്ഷിപ്തങ്ങൾ. റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ സോയിൽ. മാന്യൂർ എന്താണ്? മെറ്റീരിയൽസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വേസ്റ്റ് വിച്ച് ഇൻക്രീസസ് ദ സോയിൽ. ഈ സെൻറ്റൻസുകളെല്ലാം ശ്രദ്ധിച്ച് വെച്ചിരിക്കണം. വിച്ച് ഇൻക്രീസസ്, മാനുവർ ഇൻക്രീസസ് ദ സോയിൽ ഫെർട്ടിലിറ്റി. മാനുവർ ഇൻക്രീസസ് ദ സോയിൽ ഫെർട്ടിലിറ്റി. ശ്രദ്ധിച്ചല്ലോ, മനസ്സിലായല്ലോ. പിന്നെ സമ്മറി. വെൻ റോക്സ്, ഇതൊക്കെ നമ്മൾ റിവിഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് താഴെ പറയുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. വെൻ റോക്സ് ബ്രേക്ക് ഡൗൺ ബൈ ദ ആക്ഷൻ ഓഫ് ഹീറ്റ്, കോൾഡ് ആൻഡ് റെയിൻ, സോയിൽ ഈസ് ഫോംഡ്. സോയിൽ ഫോർമേഷൻ ഈസ് ദ വെരി ലോങ് പ്രോസസ്. ഇറ്റ് ടേക്സ് സെവറൽ ഇയേഴ്സ്. Soil contains stones and pebbles, sand, clay, water, air and humus. Both plants and animals depend on soil. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് പറഞ്ഞത്. ഇനി എക്സസൈസ് നോക്കാം. നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. Which of these gives the color to soil? Options: the plants that grow in the soil. ഈ സോയിലിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് സോയിലിന് കളർ കൊടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. സെക്കൻഡ് ഓപ്ഷൻ, ദ റോക്സ് ഫ്രം വിച്ച് ദ സോയിൽ കെയിം ഫ്രം. എവിടെ നിന്നാണോ സോയിൽ വന്നത്, റോക്സിൽ നിന്നാണ്. ആ റോക്സ് ആണ് കളർ കൊടുക്കുന്നത്. ചിന്തിക്കുക. അടുത്ത് ഹീറ്റ്, നമ്മുടെ എർത്തിൽ അനുഭവപ്പെടുന്ന ഹീറ്റാണ് സോയിലിന് കളർ കൊടുക്കുന്നത്. ദെൻ ഡി, നൺ ഓഫ് ദി എബോ. ആൻസർ ഏതാ? നിങ്ങൾക്ക് കിട്ടിക്കാണും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ഏതാ? ബി. The rocks from which the soil came from. Next question. Which of these helps breaking down of rocks in the formation of soil? ഏതൊക്കെ ആൾക്കാരാണ് സോയിൽ ഉണ്ടാകാൻ വേണ്ടി സഹായിച്ചത്? വിൻഡ് ഉണ്ട്, റെയിൻ ഉണ്ട്, ഹീറ്റ് ഉണ്ട്, ആൾ ഓഫ് ദീസ് ഉണ്ട്. എല്ലാം മുകളിൽ പറഞ്ഞവ എല്ലാം ആരൊക്കെയാണ് പറഞ്ഞേ? അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും സഹായിച്ചാലേ റോക്സ് ഉണ്ടാവും. വിൻഡ്, റെയിന്, ഹീറ്റ്, all of these. Next question. What does soil contain? സോയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? വാട്ട് ഡസ് സോയിൽ കണ്ടെയ്ൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ തന്നെ നമ്മൾ പഠിച്ചു. ഫൈൻ റോക്ക് പീസസ്, വാട്ടർ, എയർ, ആൾ ഓഫ് ദീസ്. എല്ലാം ഇല്ലേ? ഫൈൻ റോക്ക് പീസസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അപ്പോൾ എന്താ ആൻസർ? ആൾ ഓഫ് ദീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ? നമ്മൾ എന്താ പഠിച്ചേ? സോയിലിൽ ഫെർട്ടിലിറ്റി കൂടുന്ന ആരാ? വാട്ടർ ആണോ, എയർ ആണോ, ക്ലേ ആണോ, മാനുവർ ആണോ? പറഞ്ഞേ. മാനുവർ ആണ് ഫെർട്ടിലിറ്റി കൂട്ടുന്നത് അല്ലേ? ഈ വേർഡ്സിൽ നമ്മൾ പറഞ്ഞതാണ്. മാനുവർ ആണ് ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ? പ്ലാന്റ്സിന് എന്തൊക്കെയാണ് സോയിലിൽ നിന്ന് കിട്ടുന്നത്? വാട്ടർ, മിനറൽസ്, ബോത്ത് എ ആൻഡ് ബി, നെയ്തർ എ നോർ ബി. എന്താ? വാട്ടർ മിനറൽസും അല്ലേ കിട്ടുന്നത്? ബോത്ത് എ ആൻഡ് ബി. പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ വാട്ടറാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആൻസർ വാട്ടർ എഴുതി കളയരുത്. മിനറലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മിനറലും എഴുതി കളയരുത്. ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കണം. ബോത്ത് എ ആൻഡ് ബി. വാട്ടറും കിട്ടുന്നുണ്ട്, മിനറൽസും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് വേർഡ്സ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Soil is formed by the breaking down of dash rocks. Plants get dash from soil. Plants എന്താ കിട്ടുന്നത്? ന്യൂട്രിയൻസ്. The color of soil depends on the dash that were broken down to form the soil. എന്താ ആൻസർ? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. കൈൻഡ്സ് ഓഫ് റോക്സ്. റോക്സിനനുസരിച്ചാണ് കളർ ഓഫ് ദി സോയിൽ ഇരിക്കുന്നത്. സോയിൽ ബിക്കംസ് ഫെർട്ടൈൽ ബൈ ആഡിങ്. ഫെർട്ടൈൽ ആവണമെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? ഹ്യൂമസ്. ഫെർട്ടൈൽ ആവണമെങ്കിൽ മാനുവറും ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഹ്യൂമസും ആഡ് ചെയ്യാം. ഇവിടെ മാനുവർ എന്നില്ല. പെബിൾസ് ആഡ് ചെയ്ത് എങ്ങനെയാണ് ആവുന്നത്? അല്ല, ഹ്യൂമസ് ആണ് ആൻസർ. സോയിൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ. സോയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ്സിനും ഇമ്പോർട്ടൻ്റ് ആണ്, ആനിമൽസിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താ ആൻസർ എഴുതാം? ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസിനും പ്ലാന്റ്സിനും സോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ദെൻ മാച്ച് ദ ഫോളോയിങ്. ശ്രദ്ധിക്കണേ. നമ്മളെന്താ പറഞ്ഞത്? മാനുവറിന് ഈസ് ഓപ്ഷൻ ഡി.
ഓപ്ഷൻ ഡി. എന്താ ഓപ്ഷൻ ഡിയിൽ പറയുന്നത്? ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? ഫെർട്ടൈൽ സോയിൽ. സോയിൽ ഫെർട്ടൈൽ ആക്കുന്ന ആളാണ് ആര്? മാനുവർ. ഇനി എന്താ ഹ്യൂമസ്? ഹ്യൂമസ് എന്താ? ഇവിടെ മാനുവറും ഹ്യൂമസും ഫെർട്ടൈൽ സോയിൽ തന്നെയാണ്. പക്ഷേ ഹ്യൂമസിന് അനുയോജ്യമായ മറ്റൊരു ഉത്തരം ഇവിടെ ഉണ്ട്. ആൻസർ ഇവിടെ ഉണ്ട്. എന്താ ഹ്യൂമസിന് അനുയോജ്യം? ബി. ഓപ്ഷൻ ബി. ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് ഹ്യൂമസ്. മനസ്സിലായല്ലോ? ദെൻ വാട്ടർ. വാട്ടറിൻ്റെ പേരെന്താ? വാട്ടറിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു മോയ്സ്ചർ. വാട്ടർ ഈസ് മോയ്സ്ചർ. ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ. ബ്രേക്ക് ഡൗൺ ഓഫ് റോക്സ്. റോക്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താ പോകുന്നത്? എത്രയും പ്രാവശ്യം നമ്മൾ അതാണ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞത്, സോയിൽ. ദെൻ ക്ലേ. ക്ലേ എന്താ? സോയിലിൻ്റെ ഫൈനസ്റ്റ് ഫോമാണ് ക്ലേ. ഫൈൻ സോയിൽ. ഫൈൻ സോയിൽ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ആൻസർ എന്താ? ആൻസർ വേണമെന്നുള്ളവർ കമൻറ്റായിട്ട് പറഞ്ഞാൽ ആൻസർ സെൻഡ് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.